ദാനധർമ്മത്തിൽ കേൾവി കേട്ടവനാണ് കർണൻ. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് മക്കളെ. ഇരിക്കാൻ വയ്യ എനിക്ക്. ഈ തൂരുവേദന ഗുളിക കഴിച്ചിരിക്കല്ലേ അമ്മ. ഇത് കേൾക്കും തോറും നമുക്ക് അതെനിക്കറിയാം. പക്ഷെ ശരി ഒന്ന് കിടന്ന് വയ്യ. ഇതൊക്കെ ഞാൻ പണ്ടേ പഠിച്ച കഥകളാണ്. ഇവന് പറഞ്ഞു കൊടുക്കുക. അവനാണ് ഒരു രീതിയിലും നല്ലതുപോലെ ഇനി വയ്യ ഒന്ന് കിടക്കട്ടെ. വയ്യ കാലിൻ്റെ വേദന. അപ്പം അതായത് നേരെ ഇരിക്കണം. ഈ പാണ്ഡവരിൽ ഏറ്റവും മുതിർന്ന ആളാണ് കർണൻ. മനസ്സിലല്ലേ? ധർമ്മപുത്രർക്ക് മുകളിലുള്ള ആളാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സൂര്യഭഗവാനിൽ കുന്തിദേവിക്കുണ്ടായ പുത്രനാണ്. ഈ കവചം കൊണ്ട് വെച്ചാല് സൂര്യന്റെ പുത്രനാണല്ലോ. അപ്പൊ ജന്മനാ തന്നെ പ്രൊട്ടക്ഷനായിട്ട്, അമ്പുകൾ ഏൽക്കാതിരിക്കാനായിട്ട് ഒരു കവചമായിട്ട്, ജീവിത കവചം. പോലെ പടച്ചട്ട പോലെ സാധനം. ബാഹുബലിയൊക്കെ പിന്നീട് ഉണ്ടായതല്ലേ? എനിക്കിത് അറിയത്തില്ല. നിങ്ങളുടെ പുരാണം എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇതൊക്കെ എല്ലാരും അറിഞ്ഞിരിക്കട്ടെ. ഇത് ബേസിക് ഇത്രയേ ഉള്ളടാ. ദാനം ചെയ്യുക, ധർമ്മം ചെയ്യുക, നമുക്കുള്ളത് മറ്റൊരാൾ ചോദിച്ചാൽ സ്വമനസ്സോടെ കൂടി ഇഷ്ടത്തോടുകൂടി കൊടുക്കുക എന്നുള്ളത്. അച്ചമ്പി കുളങ്ങാള പള്ളിയുടെ പുറയിലെ ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളി ഇതേപോലെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നത്. പുള്ളി പള്ളി പരിപാടിക്ക് മോട്ടിവേഷൻ ക്ലാസ് വെച്ചപ്പോഴും പുള്ളി പറഞ്ഞു, നമ്മൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. തീർച്ചയായും വിളി യേശു ക്രിസ്തു അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രസംഗിച്ചു. എന്നിട്ട് ആ വർഷം തന്നെ കൊടങ്ങാവള കൺവെൻഷൻ വന്നപ്പോഴത്തേന് പിരിവിന് അങ്ങേറെ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ 10 പൈസ തന്നില്ല. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. മൂത്തമോ സ്വിറ്റ്സർലൻഡ്, ഇളയമോ ലണ്ടനിലൊക്കെ അങ്ങനെ ഉള്ളവനാണ്. പക്ഷെ ഇല്ല. അപ്പോൾ ഇതൊക്കെ വാക്കാല് പറയാൻ പറ്റും, ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. മനുഷ്യനേതോ മനോജ്ഞനാമം, അവന്റെ രൂപം അതിലും മനോജ്ഞം, അവന്റെ ചിത്തിൽ പെടും വനത്തെ തെളിക്കിലേ പേര് അനുയോജ്യമാകുന്നതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായ നാമമാണ്. അവന്റെ രൂപം അതിനേക്കാൾ മനോഹരമാണ്. പക്ഷെ അവന്റെ ചിത്തിൽ, അവന്റെ മനസ്സിൽ പെടും വനത്തെ, ഇത്തരം ദുഷ്ചിന്തകളെ തുടച്ചു നീക്കുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യൻ എന്ന പദത്തിന് അർഹനാകൂ. എങ്ങനെയാണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുക. ഇല്ലേ? അച്ചമ്പി ഒരു ലേബറില്ല കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക. അത് അദ്ദേഹം ചെയ്ത മിസ്റ്റേക്കാണത്. അങ്ങനെയാണത് പറയാൻ പാടില്ലായിരുന്നു. ആ സ്ഥാനത്ത് മച്ചമ്പി ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് വേണ്ട, ഞാൻ മച്ചമ്പിയുടെ ഒരു സഹായം ചോദിക്കുന്നത്, മച്ചമ്പി ചെയ്യൂ? എത്രയോ പ്രാവശ്യം തന്നിരിക്കുന്നു. ചെയ്യുമല്ലോ? തന്നിട്ടുണ്ടല്ലോ ധാരാളം. അങ്ങനെയാണ് എനിക്ക് 1000 രൂപ ചോദിച്ചിട്ട്. 1000 രൂപ റോസ്മരിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ. റോസ്മരിക്ക് എന്ത് പറ്റി? റോസ്മരിക്ക് ഇപ്പം മറ്റേ വരിസംഖ്യ കെട്ടേണ്ട പൈസ ഓനില്ലാത്തതിന് കൊടുക്കണമെന്നാണല്ലോ. ലില്ലി, എന്തോ എന്തേ അവിടെ ഇരിപ്പുണ്ടായിരുന്നു? നീ എന്തോ തിരക്കാണെന്ന് പറഞ്ഞാണല്ലോ ചർച്ചക്കിടയിൽ പോയത്. എന്തെല്ലാം ലോക വിവരങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്നറിയാവോ? നീ രണ്ടാമത്തെ കഥ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയാളാ. നീ തിരിച്ചു വരാന്ന് പറഞ്ഞാണ്, നീ വന്നില്ല. തിരക്കില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാ. എന്ത് പറ്റി? പിന്നെ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. എവനൊന്ന് 1000 രൂപ. എന്തിന്? റോസ്മേരിക്ക് എന്തോ സുഖമില്ലാന്ന്. അല്ല, വരിസംഖ്യ ഇവിടെ സഹകരണ ബാങ്കിന്റെ വരിസംഖ്യ കെട്ടാൻ വേണ്ടിട്ടേ ഒരു 1000 രൂപ കൊടുത്തേക്ക്. ഓഹോ, കഥ കേട്ടല്ലേ ഇരുന്ന്? അതുമായിട്ട് ബന്ധമില്ല. ബാബാ, സത്യം പറഞ്ഞാണ്ടല്ലോ, ജീവിക്കുന്ന പുണ്യാത്മാക്കൾ എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മച്ചമ്പിയായിട്ട് ജനിക്കാൻ സാധിച്ചതൊരു പുണ്യമായിട്ട്. പറഞ്ഞ പോലെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നു മച്ചമ്പി?